ഹലോ ഗേസ്, പത്രമാറ്റ് സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ആദർശ് മുറിയിലോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശ് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശന് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായല്ലേ? നയന ഉണ്ടായിരുന്നപ്പോൾ എല്ലാം അവളല്ലായിരുന്നു ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന് എനിക്കറിയാം. മുത്തശ്ശിയാണല്ലോ ഇപ്പോൾ മുത്തശ്ശൻ്റെ കാര്യമൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ നയനെ തിരിച്ച് വിളിക്കാം നിങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ചിരി വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ മോള് ഇങ്ങനെ വീട്ടിൽ തിളക്കപ്പെടേണ്ട ഒരാളല്ലല്ലോ. ഇത്രയും കഴിവുള്ള ഒരാൾ ഈ കുടുംബത്തിൽ പോലും ഇല്ല. മോൾ അവിടെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു വന്നാൽ അതുകൊണ്ട് മോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ ആദർശിനെ ചെറുതായിട്ട് കളിയാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിപ്പോൾ ഉറക്കമൊക്കെ ശരിയാവുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഉറക്കമോ? എനിക്കിപ്പോൾ ഉറക്കമൊക്കെ ശരിയാവുന്നുണ്ട്, ഞാൻ നല്ല കൂർക്കം വലിച്ചാൽ കിടന്ന് ഉറങ്ങുന്നതെന്ന് പറയും. അപ്പം മുത്തശ്ശൻ വീണ്ടും ആദർശിനെ കളിയാക്കുവാണ് കേട്ടോ. ഓ, നിൻ്റെ കൂർക്കം വലിയെ പറ്റി മോള് പറഞ്ഞായിരുന്നു, അതുകൊണ്ടായിരിക്കും ആ കൊച്ചി ഇവിടെ നിന്ന് ഓടിപ്പോയതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും പയ്യെ മുത്തശ്ശനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുവാണേ, അത് നേരെ മോള് പണ്ടെപ്പോഴോ സൂചിപ്പിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ആദർശ് ഇങ്ങനെ ചിന്തിക്കുക, കൂർക്കം വലി ഇതുവരെ കുറഞ്ഞില്ലേ? അല്ല, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവളത് എന്നോടല്ലേ പറയേണ്ടത്? ശേ, ഇവൾ എന്തേ കാണിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ആദർശിന് ചെറിയ ദേഷ്യമൊക്കെ വരുവാണേ. ആദർശ് പറയുകയാണ്, അവളവിടെ തന്നെ നിന്നോട്ടെ, എനിക്കെന്താ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കണം, അല്ല നീ തന്നെയല്ലേ ഇപ്പം പറഞ്ഞേ കുറച്ച് മുമ്പ് മോളെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാൻ എന്ന് പറയുമ്പോൾ ആദർശ് അവിടെ കിടന്ന് ഉരുളുവാണ് കേട്ടോ. എന്നിട്ട് ആദർശ് പറയാം, അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് വേണമെങ്കിൽ വിളിക്കണമെങ്കിൽ വിളിക്കാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയും. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശ് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിയോട് പറയുവാണ്, അവനിപ്പം നയനമോളില്ലാതെ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായിട്ടുണ്ടെന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് എന്നിട്ട് ദേവയാനിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. ദേവയാനി നല്ല സൂപ്പർ ഉറക്കമാണ്. വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയും, അമ്മേ സമയം 8 മണിയായെന്ന് പറയുമ്പോഴേക്കും ദേവയാനി ചാടി എഴുന്നേറ്റ് പറയും, ഓ മനുഷ്യന് തലവേദനയും നടുവേദനയും എടുത്തിട്ട് വയ്യ, എന്നാലും എല്ലാ പണിയും ചെയ്തിട്ടല്ലേ കിടന്നേ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയും, നയന ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി ചാടി എഴുന്നേറ്റ് പറയും, നയന എന്തിനാ ഇപ്പം, നയനയുടെ ആവശ്യമൊന്നുമില്ല, പക്ഷേ ആ വേലക്കാരിയെങ്കിലും ഇടയ്ക്കൊന്ന് വന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേയും അമ്മ തന്നെയല്ലേ വേലക്കാരിനെ പറഞ്ഞു വിട്ടേ, ഇനിയിപ്പോൾ തിരിച്ച് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഓ പറഞ്ഞിട്ട് തന്നെ കാര്യമാണ്, മീനാക്ഷിനെ ഏത് നേരത്താണ് പറഞ്ഞു വിട്ടത് എന്നിങ്ങനെ പറഞ്ഞ് പിറുപുറത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, നയനയുടെ അമ്മയെന്ന് അടുക്കളയിൽ കയറിയ രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും, ഓ ഇനി അടുത്ത് അതാന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ ഓടി അടുക്കളയിൽ ചെല്ലുമ്പോഴേക്കും കനക ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കനക പറയും, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നയനമോൾ എഴുന്നേൽക്കുന്ന പോലെ നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല, ഇത്രയും വലിയ വീടല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, നയന വരുന്നതിന് മുമ്പ് ഇവിടെ കാര്യങ്ങൾ നടന്നായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പം നമ്മുടെ കനക ദേവയാനി കളിയൊക്കെ ചോദിക്കുകയാണ്, എന്നിട്ടാണോ സ്വന്തം മോൻ്റെ എണ്ണ തീർന്ന കാര്യം അമ്മ അറിയാഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ദേവയാനി പറഞ്ഞു, അതിന് ഇതിനു മുമ്പ് അവന് എണ്ണ തീർക്കുന്ന ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഞാൻ അറിയുന്നതെന്നും പറഞ്ഞ് ദേവയാനി അവിടുന്ന് നേരെ പോയി ജലജേനെ വിളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ജലജയാണെങ്കിൽ കൗച്ചിൽ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുവാണ്. എന്നിട്ട് ജലജയെ വിളിക്കുമ്പോൾ ജലജ പറയും, എൻ്റെ പൊന്നെ ഏട്ടത്തി, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, നമുക്ക് പറ്റത്തില്ല എന്ന് നമുക്ക് തുറന്നു പറഞ്ഞാലോ, ഇന്നലത്തെ ഫുഡ് കൊള്ളത്തില്ലാഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അവരിനി നമ്മളോട് അടുക്കളയിൽ കയറണ്ടെന്ന് പറയുന്നത്, ഇനിയിപ്പോൾ അതും പറ്റുമെന്ന് തോന്നുന്നില്ല, എന്ന് നമ്മൾ തന്നെ കയറണം എന്നുള്ള രീതിയിൽ അവരിയ്ക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയും, ഒരാവേശത്തിന് ഞാൻ കയറി പിടിക്കുകയും ചെയ്തു, അപ്പം നീയല്ലേ കൂടെ നിന്ന്, ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ, എന്തായാലും എന്നേലും കാണിക്കാം, ഉച്ചക്കത്തേക്കേലും വല്ലതും ഉണ്ടാക്കാം. കനക രാവിലെ അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ജലജ, പണ്ട് പണിയെടുക്കാതെ ഇരുന്നിരുന്ന് എന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പിറുപിറുത്ത് പോവുകയാണ് കേട്ടോ കൂടെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയുടെ അമ്മ കനകയാണെങ്കിൽ നമ്മുടെ ആദർശിന് കാച്ചി എണ്ണയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പറയും, അമ്മ മറന്നുപോയി എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്കും ആദർശ് അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതേന്നാണ് തോന്നുന്നത്, ഇപ്പോൾ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടല്ലോ അമ്മയ്ക്കെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ദേവയാനിയും കയറി വരും. ദേവയാനിയും വന്നിട്ട് പറയും, നിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് വേണേൽ അവളെ വിളിച്ചോ എന്ന് പറയുവാണ്. എന്നിട്ട് പറയാം, അല്ലെങ്കിൽ ആ മീനാക്ഷിനെ വേലക്കാരിനെങ്കിലും വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാം, അതിന് അമ്മയല്ലേ പറഞ്ഞു വിട്ടത്, ഇനിയിപ്പോൾ മുത്തശ്ശൻ സമ്മതിക്കുമോ, അല്ല നിൻ്റെ കാര്യങ്ങൾ നയനയില്ലാണ്ട് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചോ എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് നയനേനെ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും നയനയോട് പറയും, നീ ഇവിടെ വേലക്കാരി ഇല്ലയെന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ പോയത് എന്ന് പറയുമ്പോഴത്തേക്കും നയന എടുത്ത് വയല പറയുവാണ്, അവിടെ വേലക്കാരി ഇല്ലെങ്കിൽ വേലക്കാരിയായിട്ട് എന്തായാലും ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു മരുമോളായിട്ടും ഒരു ഭാര്യയായിട്ടും വരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. ആദർശന് ഒരു അടി കിട്ടിയാലേ ഇപ്പം ആദർശം എന്നിട്ട് മനസ്സിൽ ചിന്തിക്കും, ഇനി ഇവൾ വരാതിരിക്കുമോ, ഇവൾ വരാതിരുന്നാൽ ഈ വീട്ടിലെ താളം എല്ലാം തെറ്റും, ഇനി എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഓർത്ത് ആദർശം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കനകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, പുള്ളിക്കാരി എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങ് വരും, എന്നിട്ട് അവർക്കും കൊടുക്കും. അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കും, ഇതെന്താ ഇവർ രണ്ടും ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരവിടെ ഇരുന്നോട്ടെ അച്ഛാ എന്നൊക്കെ കനക പറയുവാണ് കേട്ടോ. എന്നിട്ട് ഞാനാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴത്തേക്കും അതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ വൈ പറയണേ, അത് ഏട്ടത്തിക്ക് ഇന്നലെ പഴനിയെല്ലാം കഴിഞ്ഞ് ഭയങ്കര തലവേദനയും നടുവേദനയെന്ന് പറയുമ്പോൾ തിരിച്ച് ദേവയാനിയും ചോദിക്കുന്നുണ്ട്, നിനക്കും അങ്ങനെ അല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരിങ്ങനെ
പരസ്പരം ഇരിക്കും. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ജയനുള്ള ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പാക്ക് ചെയ്തോ ദേവയാനി? ഇന്ന് ലഞ്ച് ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല കേട്ടോ. അത് കേൾക്കുമ്പോൾ ദേവയാനി ഇങ്ങനെ പണ്ടാരം അടങ്ങാന്നുള്ള രീതിയിൽ ഇരിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ദേവയാനിയും ജലജയും കൂടെ പരസ്പരം പറയുകയാണ് കേട്ടോ, ഓ അച്ഛൻ എങ്ങനെയും അവളെ ഒന്ന് തിരിച്ച് വിളിച്ചാൽ മതിയായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, പുള്ളി കല്യാണം വിളിക്കാൻ വേണ്ടി നയനയുടെ വീടിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്കും ദേവയാനിയും ജലജയും കൂടെ, അല്ല അച്ഛൻ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അവളില്ലാതെ പറ്റത്തില്ലെങ്കിൽ വേണമെങ്കിൽ വിളിച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് പിന്നെ പണിയെടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവുകയാണ് കേട്ടോ. മുത്തശ്ശൻ മനസ്സിലാവുകയാണ്, പക്ഷെ മുത്തശ്ശനൊന്നും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല, വിളിക്കുമല്ലെന്നൊന്നും. അപ്പം ആദർശം പറയുകയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് വേണമെങ്കിൽ അച്ഛൻ ആ വഴിക്ക് പോകുമ്പോൾ മുത്തശ്ശൻ കയറുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങൾ അത് വഴി പോകുന്നുണ്ട്, മോളെ കാണാൻ വേണ്ടി എന്തായാലും കയറുന്നുണ്ട്, വരണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് പിന്നെ മോള് തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ചെറിയ ടെൻഷനുണ്ട്. എന്തായാലും അച്ഛനും മുത്തശ്ശനും നമ്മുടെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നയന വരാണ്ടിരിക്കുകയല്ലോ എന്നുള്ള പ്രതീക്ഷയിലിരിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആദർശ മനസ്സിൽ എൻ്റെ വിഘ്നേശ്വര അവിടെ വരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.